കുറച്ച് പൈസയും അഡ്വക്കേറ്റ് ആളൂരിനെ പോലൊരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമോ? ഞാൻ നാളെ കൊലപാതകം നടത്തട്ടെ, സാരൻ രക്ഷിക്കും, പോയി കൊന്നുവാടോ, ഞാൻ രക്ഷിക്കാം. ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഇനി വാദിക്കുമോ? അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഇത്രയും രാക്ഷസന്മാരും രാക്ഷസിമാരുമായ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ വാദിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി തരും? ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ മോഹൻലാലിനെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ, മറ്റുള്ളവരെ ചികിത്സിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ആ ഡോക്ടർക്ക് പറയാൻ പറ്റില്ല. അവന് ഏത് ഉളുപ്പില്ലാത്ത ഒരു പക്ഷേ കുഷ്ഠരോഗം ബാധിച്ച ആളെയും ചികിത്സിക്കേണ്ടി വരും. ഒരു രാക്ഷസി എന്ന് തന്നെ പറയും കേട്ടോ. ആ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാനുണ്ടായ കാരണം എന്താ? ഈ ഷാരോൺ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ശിക്ഷ പോലും ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. സൗമ്യ മർഡർ കേസിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് കീഴ്ക്കോടതിയും അപ്പീൽ കോടതിയും ഒരുപോലെ കണ്ട ശിക്ഷ സുപ്രീം കോടതി തിരുത്തി എഴുതിയത്. ഗ്രീഷ്മയ്ക്ക് മേൽക്കോടതികൾ പോകും തോറും ഈ പറയുന്ന ശിക്ഷയിൽ നിന്ന് 100% ഇളവ് ലഭിക്കും. അഡ്വക്കേറ്റ് ആളൂർ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കഷായം കൊണ്ട് തരല്ലേ. എൻ്റെ മറ്റൊരു ക്ലയൻ്റായിട്ടുള്ള ജോളി ജോസഫ് എന്ന് പറയുന്ന കൂടത്തായി ജോളി ഇപ്പോൾ LLB എടുക്കാൻ പോവുകയാണ്. നല്ല കാര്യം. അവർ LLB ജോളിയെപ്പോലുള്ളവരെ മന്ത്രിവാക്കണം. ആളൂരിനെ സമീപിക്കുന്ന വ്യക്തിക്ക് വേണ്ടി 100% നീതി പുലർത്തുക. ആളൂർ ഏറ്റെടുക്കുന്ന കേസിന്റെ ഒരു തുക എത്രയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയാനുള്ളത്? ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ 100 കോടി വേണം. ഗോവിന്ദൻ ജാമിക്ക് തരാൻ പൈസ ഇല്ല, കൊടുക്കാൻ വസ്ത്രമില്ല. അത് നിങ്ങൾ പറയുന്നതാണ്, നമ്മൾ കാണുന്നതല്ലേ സാറേ? നിങ്ങൾ കാണുന്നതല്ലല്ലോ യാഥാർത്ഥ്യം. ഏത് കോടതി വെറുതെ വിട്ടാൽ ഒരു മേൽക്കോടതി ഉണ്ടല്ലോ, അവിടെ കണക്കെണ്ണി പറയേണ്ടി വരത്തില്ല സാറേ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കും. ഒരു വ്യക്തിക്ക് കണ്ണീരൊഴുക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഈ ശാപം മാറുമോ? നാളെ ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ വീട്ടിൽ ഒരാളെ ഞാൻ കൊലപ്പെടുത്തിയാൽ പൈസ കൊണ്ടുവന്ന് സമീപിച്ചാൽ എനിക്ക് വേണ്ടി കൂടെ നിൽക്കുമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് BA ആളൂരാണ് എന്നോടൊപ്പുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ബിജു ആൻ്റണി എന്ന BA ആളൂരിലോട്ടുള്ള പേരുമാറ്റം എങ്ങനെയായിരുന്നു? നോക്കൂ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയായി ഞാൻ മഹാരാഷ്ട്രയിലേക്ക് പറിച്ചു നടപ്പെട്ടു. 2 കാര്യമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടണം. അങ്ങനെ ജോലി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാപനത്തിലേക്ക് തന്നെ ഞാൻ പോവുകയും അവിടെ ചെന്ന് പല പല ജോലികൾ അന്വേഷിക്കുകയും അങ്ങനെ ജോലികൾ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാനൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു, ബിജു ആൻ്റണി ആളൂർ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ആ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ നിക്ഷേപിക്കാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ അവർ എൻ്റെ പേര് വിളിച്ചു BA ആളൂർ. അങ്ങനെ അവരാണ് ആദ്യം വിളിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു BA ആളൂർ എന്ന ചുരുക്കപ്പേരിലേക്ക് എന്നെ വിളിച്ച്. അപ്പോൾ എനിക്കും തോന്നി ഇത് നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരല്ലല്ലോ. സാധാരണ സർനെയിമിലാണ് മഹാരാഷ്ട്രയിലെ ആളുകൾ അറിയുന്നത്, ഒന്നുകിൽ ആളൂർ BA എന്നോ അല്ലെങ്കിൽ BA ആളൂർ എന്നോ. അപ്പോൾ എനിക്ക് അതൊരു കൗതുകം തോന്നി. പിന്നെ അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞാൻ എൻ്റെ പേരിനെ BA ആളൂർ എന്ന ചുരുക്കപ്പേരിലേക്ക് അറിയാനായിട്ട് ശ്രമിക്കാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അനുസരിച്ച് അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ലോകം ഒട്ടാകെ വിളിക്കുന്നു BA ആളൂർ അല്ലേ, ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒറ്റ വ്യക്തി, അങ്ങനെ പറയാം. സാറേ, ഗ്രീഷ്മ ഒരു രാക്ഷസി എന്ന് തന്നെ പറയും കേട്ടോ ഞങ്ങൾ. തീർച്ചയായിട്ടും. ആ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാനുണ്ടായ കാരണം എന്താ? നോക്കൂ, ഗ്രീഷ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും അവർക്ക് പല അഭിഭാഷകരുമായിട്ട് ഒരു ബന്ധം പുലർത്തുകയും അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു തമിഴ്നാട്ടുകാരൻ, പകുതി മലയാളിയും പകുതി തമിഴ്നാട്ടുകാരനുമായ ഒരു വ്യക്തിയുമായിട്ട്
ഒരു ലോയറുമായിട്ട് അവർ ബന്ധപ്പെടുകയും ആ ലോയർ എന്നോട് ഈ കേസ് നടത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ഞാൻ പല ഇൻ്റർവ്യൂകളിലും ആ സമയത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ആരാദ്യം സമീപിക്കുന്നോ അവർക്ക് വേണ്ടി ഞാൻ ഹാജരാകും. അപ്പോൾ ഗ്രീഷ്മ എന്ന് പറയുന്ന നിങ്ങൾ അവകാശപ്പെടുന്ന ഈ രാക്ഷസി അവളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിയമപരമായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവരൊരു ഡിഫൻസ് ലോയറെ കണ്ട് ആ ലോയറോട് കാര്യങ്ങളും സത്യങ്ങളും തുറന്നു പറയും. അപ്പോൾ അതനുസരിച്ച് ആ ലോയർ ഡിഫൻസ് ലോയറായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് കേസ് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമോ ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഏറ്റെടുത്ത് നടത്താം, ഗ്രീഷ്മയുടെ കേസ് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചില സാങ്കേതിക, സാമൂഹിക, സാമ്പത്തിക കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അവർ വേറെ അഭിഭാഷകനെ വെച്ച് അവൾ കേസ് നടത്തി. അപ്പം ഗ്രീഷ്മയുടെ കേസ് ആളൂർ വാദിക്കുന്നില്ല? അല്ല, അവർ വാദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആളൂരിനെ കൊണ്ട് ഈ കേസ് നടത്തിക്കണമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ അവകാശവാദം മുന്നോട്ട് വന്നാൽ അവരെന്നെ കാണും. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ഇത് അറിയിക്കുന്നതായിരിക്കും. കുറച്ച് പൈസയും അഡ്വക്കേറ്റ് ആളൂരിനെ പോലൊരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമോ? നോക്കൂ, അതൊരു ആപ്തവാക്യമാണ്. മള്ളൂർ വക്കീലും കുറച്ച് കാശുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് തിരുവനന്തപുരത്ത് പണ്ട് കാലത്ത് കേരളത്തിലെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നോക്കൂ, ഒരു അഭിഭാഷകൻ എന്നാണ് ഒരു ആളുടെ കേസ് ഏറ്റെടുക്കുന്നത്? അവൻ ചെയ്ത കുറ്റകൃത്യം അല്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റം അതൊക്കെ നടന്നതിന് ശേഷമാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാശ് അഡ്വക്കേറ്റ് ആളൂരിനും കൊണ്ടുകൊടുത്ത് ഞാനൊരു പോയി കൊലപാതകം ചെയ്യട്ടെ ആളൂരെ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോട് അങ്ങനെ ചോദിക്കുക, അത് തെറ്റായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഔട്ട് ഓഫ് ഇതിൽ പറഞ്ഞത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു കക്ഷി, ആ കക്ഷിക്ക് നീതി കിട്ടാനായിട്ട് ഒരു പക്ഷേ അവരുടെ കുടുംബം തന്നെ എതിർ നിന്നാലും ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാളും എന്നോട്, ഞാനെന്ന അഭിഭാഷകനോട് ഞാൻ നാളെ കൊലപാതകം നടത്തട്ടെ, സാറിനെ രക്ഷിക്കൂ, പോയി കൊന്നുവാടോ, ഞാൻ രക്ഷിക്കാം, അങ്ങനെ പറയുന്ന ഒരു അഭിഭാഷകനല്ല ഞാൻ. എപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കണം, തീർന്നതിന് ശേഷം നിങ്ങൾ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രതിയായതിന് ശേഷം നിങ്ങളെ എന്നെ സമീപിക്കൂ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കുറ്റം ചെയ്തതിന് ശേഷം, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് പ്രതികൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ഇപ്പം ഗ്രീഷ്മയുടെ കാര്യം എടുത്തു പറയുമ്പോൾ മേൽക്കോടതിയിൽ വരുമ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കയർ ഒഴിവാകുമോ അല്ലെങ്കിൽ തൂക്കയർ കിട്ടുമോ? എന്താണ് ഒരു അഭിഭാഷകന് പറയാനുള്ളത്? നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നാൾവഴികൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അന്വേഷണം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് പ്രതി കുറ്റം ചെയ്തു എന്നും എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. 2, പ്രതി കുറ്റം ചെയ്യുന്നതിനെ ഈ പറയുന്ന മരിക്കപ്പെട്ട ഈ കേസിലെ ഷാരോൺ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഷാരോൺ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ഒരിക്കലും ഗ്രീഷ്മയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അതവൻ അത്രമേൽ പ്രണയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ പ്രണയത്തിന് അവിടെ ശക്തിയുണ്ടെങ്കിൽ നിയമത്തിന് ഇപ്പുറത്തും ശക്തിയുണ്ട്. നിയമം പറയുന്നത് ഒരാളെക്കുറിച്ച് കൃത്യമായി പറയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഡൈൻ ഡിക്ലറേഷൻ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ഡൈൻ ഡിക്ലറേഷൻ ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ്. ഇനി രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ അവനെ കുഴിച്ചു മൂടി, അല്ലെങ്കിൽ ഞാൻ കഷായത്തിൽ ഇന്നത് ചേർത്ത് കൊന്നു എന്ന് നിങ്ങളോടോ എന്നോടോ മീൻസ് തേർഡ് പാർട്ടിയോട് പറഞ്ഞ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, അത് വെരി വീക്ക് പീസ് ഓഫ് എവിഡൻസ്. അങ്ങനെ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് ഒരാളെ ശിക്ഷിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്ന് സുപ്രീം കോടതി പല കേസുകളിലും വിധിന്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഒരു വീക്ക് പീസ് ഓഫ് എവിഡൻസ് എടുത്തുകൊണ്ട്, ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എടുത്തുകൊണ്ട്, ഒരു പേര് പറയാത്ത ഡൈൻ ഡിക്ലറേഷൻ എടുത്തുകൊണ്ട്, ആ ഒരൊറ്റ സാഹചര്യം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള സാഹചര്യങ്ങളെ കൂട്ടിയിണക്കുകയും അതിന് ഒരു ശിക്ഷ വാങ്ങിക്കുകയും ആ ശിക്ഷ ഇന്ന് ഇന്ത്യൻ പീനൽ കോഡിലും BNSSലും പറയുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള തൂക്കുമരണമാവുകയും ചെയ്യുമ്പോൾ ഈ തൂക്കുമരണം ഗ്രീഷ്മയ്ക്ക് കിട്ടുമോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശരിക്ക് നല്ല രീതിയിൽ കോടതിയിൽ കേസുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു ശിക്ഷ പോലും ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ രാക്ഷസി എന്ന് അഭിസംബോധന ചെയ്യുന്ന ഈ സ്ത്രീ പുല്ലുപോലെ ഇറങ്ങുകയും ചെയ്യും. അപ്പം ഞങ്ങൾ പൂജിക്കണോ ആ ഗ്രീഷ്മയെ? നോക്കൂ, നാളെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റം ചെയ്യുകയും അയാൾ തൂക്കിക്കൊല്ലുകയും ചെയ്താൽ നിങ്ങൾ സന്തോഷിച്ച് ഉന്മതിക്കുമെന്നാണോ പറയുന്നത്? സാറേ, പ്രധാനമന്ത്രി അല്ലല്ലോ സാറേ. അത് ഞാൻ പറയാൻ വരുന്നത്, അപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രബലൻ, ഒരു എന്താണ് സാമൂഹിക പ്രവർത്തകൻ, ഒരു ബിസിനസ്സുകാരൻ കുറ്റം ചെയ്യുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ സന്തോഷിക്കുകയും അവനെ വെറുതെ വിട്ടാൽ നിങ്ങൾ സമൂഹത്തെ കുറ്റം പറയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമാകരുത്. ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് സർക്കാരും പ്രോസിക്യൂഷനുമാണ്. അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും. അങ്ങനെ ശിക്ഷ കിട്ടിയാൽ ആ ശിക്ഷയ്ക്കെതിരെ മേൽക്കോടതികളിലേക്ക് പോകും. അപ്പോൾ മേൽക്കോടതി അതാണ് അവിടേക്കാണ് വരുന്നത്. മേൽക്കോടതി നാളെ ഈ വിധി തിരുത്തി എഴുതിയാൽ നിങ്ങൾ കോടതികളെയും കുറ്റം പറയും. ഈ സമൂഹത്തിൻ്റെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമൂഹമാണ്, ഈ സമൂഹത്തെ കുറ്റം പറയും. അപ്പോൾ സമൂഹം എന്തിന് ആരെ കുറ്റം പറയും? കോടതികളെ കുറ്റം പറയും. അങ്ങനെ കുറ്റം പറയാതിരിക്കണമെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിലെ അപ്പീൽ കോടതികളില്ലാതിരിക്കണം. അപ്പോൾ ഒരു കീഴ്ക്കോടതി ഒരു കാര്യം കണ്ടത് തെറ്റാണ് എന്ന് വിധി എഴുതാൻ മേൽക്കോടതികൾക്ക് അധികാരമുണ്ട്. മേൽക്കോടതികൾ ചെയ്ത, അപ്പീൽ കോടതികൾ ചെയ്ത തെറ്റുകൾ തിരുത്താനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് സൗമ്യ മർഡർ കേസിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് കീഴ്ക്കോടതിയും അപ്പീൽ കോടതിയും ഒരുപോലെ കണ്ട ശിക്ഷ സുപ്രീം കോടതി തിരുത്തി എഴുതിയത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത്, ഗ്രീഷ്മയ്ക്ക് മേൽക്കോടതികൾ പോകും തോറും ഈ പറയുന്ന ശിക്ഷയിൽ നിന്ന് 100% ഇളവ് ലഭിക്കും. അപ്പം നാളെ ഗ്രീഷ്മ പുറത്തിറങ്ങുമ്പോഴും ഗ്രീഷ്മയ്ക്ക് ഇതുപോലെ 10 കഷായങ്ങൾ കൊടുക്കാനുള്ള ഉന്മേഷം കൊടുക്കുമല്ലേ നമ്മൾ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള ട്രയലും യാതൊരു തരത്തിലുള്ള ശിക്ഷാവിധികൾ ഉണ്ടാകുന്നതിനുള്ള ഡിഫൻസും ഈ വ്യക്തികൾ എടുക്കാൻ പാടില്ല എന്ന് പറയണം. പക്ഷെ ഒരു ജനാധിപത്യത്തിൽ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിക്കണമെങ്കിൽ എതിർഭാഗത്തിൻ്റെ വാദം കൂടി കേൾക്കണം എന്നാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമ സംവിധാനം പറയുന്നത്. അഡ്വക്കേറ്റ് ആളൂർ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കഷായം കൊണ്ട് തരല്ലേ? തീർച്ചയായിട്ടും. അത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മറ്റൊരു ക്ലയൻ്റായിട്ടുള്ള ജോളി ജോസഫ് എന്ന് പറയുന്ന കൂടത്തായി ജോളി ഇപ്പോൾ LLB എടുക്കാൻ പോവുകയാണ്. നല്ല കാര്യം. അവർ LLB ജോളിയെപ്പോലുള്ളവരെ മന്ത്രിയാക്കണം. ജോളി എന്ന് പറയുന്ന വ്യക്തി LLB എടുത്ത് നാളെ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ നാളെ പറയും ജോളി ആളൂരിനെയും തട്ടിക്കളയുമെന്ന്. തീർച്ചയായിട്ടും സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്? കുറ്റം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെ അവരെ കുറ്റം ചെയ്തതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒരു കറക്ഷൻ സെൻ്ററാണ് ഈ ജയിലെന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എൻ്റെ പരിചയത്തിൽ ഒരാൾ ഒരു ചെറിയ കുറ്റം ചെയ്ത് ജയിലിലേക്ക് പോവുകയും 4 മാസത്തോളം ജയിലിൽ പാർക്കുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, സാറേ, എനിക്കൊരിക്കലും ഇനി ജയിലിൽ പോകാൻ പറ്റില്ല, പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ
ഈ പോലീസും ജയിലും കയറി വരികയാണ്. എൻ്റെ ഓർമ്മയിൽ വരുവാ, എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജയിലിൽ കിടന്ന 4 മാസക്കാലം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ വരികയാണ്. ഞാൻ ഒരിക്കലും ഇനി കുറ്റം ചെയ്യില്ല. എല്ലാ വ്യക്തികളും ഇങ്ങനെ നടിവരയിടാൻ പറ്റും. അങ്ങനെ ആകാനാണ് ഈ ജയിൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഒരാളെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവരെ കൊണ്ടുവരുന്നത്. പക്ഷേ അത് തിരിച്ചും സംഭവിക്കാം. ഇനി ഒന്നും പ്രശ്നമില്ല, എന്തായാലും ഞാൻ ജയിലിൽ പോയില്ലേ, എന്തായാലും ഞാൻ നാറിപ്പോയില്ലേ, ഇനി 10 കുറ്റം ചെയ്താലും എനിക്കൊരു വിരോധവുമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗ്രീഷ്മയുടെ കാര്യത്തിലായാലും ജോളിയമ്മയുടെ കാര്യത്തിലായാലും ഇനിയുള്ള ഒരുപാട് പ്രതികളുടെ കാര്യത്തിലായാലും അയാൾ ആ കുറ്റം ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഇനി വാദിക്കുവോ? ഒരു പക്ഷേ എന്നെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? 2 പെമ്മക്കളെ കണ്ണീര് നോക്കണേ. ഇനി നോക്കണം. നോക്കൂ, കുറ്റം ചെയ്യുന്നത് വ്യക്തികളാണ്. ആ വ്യക്തികൾ കുറ്റം ചെയ്യുമ്പോൾ ആ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണം സത്യമാണോ നുണയാണോ എന്ന് കോടതിയെ സ്ഥാപിച്ചെടുക്കുകയാണ്. 2 പിഞ്ച് കുഞ്ഞുങ്ങളാണ്. നാളെ നമുക്കോ ഈ പറയുന്ന അഡ്വക്കേറ്റ് ആളൂരിന്റെ വീട്ടിലേക്ക് സംഭവിച്ചേക്കാം. നോക്കൂ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെന്താമരയ്ക്ക് ഇന്ന് പോലീസുകാർ കൊടുക്കുന്ന ബിരിയാണിയാ, ചിക്കൻ ബിരിയാണി. അപ്പൊ ഇവിടെ സുരക്ഷിതത്വം ഇല്ലെന്നാണോ പറയുന്നത്? മനസ്സിലായി. ഞാൻ അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരാളെ കൊല്ലുന്നു, കൊന്നതിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെയും കൊല്ലുന്നു, പിന്നെയും വേറെ ആളുകളെ കൊല്ലുന്നു. അങ്ങനെയുള്ള പല സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ആ വ്യക്തിക്കെതിരെ തെളിയിക്കപ്പെടണം. ഇത് സിനിമയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമായിട്ടുള്ള കുഞ്ഞിനെ അല്ലല്ലോ കൊല്ലുന്നേ, അതാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെയാണ്. അതിനാണല്ലോ കൊലപാതകവും കൊലപാതകത്തിന് തൂക്കുമരണത്തിന് ശിക്ഷയും ഉള്ളത്. അതെ, ഒരു പട്ടിക്കുഞ്ഞിനെ കൊന്നാൽ നിങ്ങൾക്ക് തൂക്കുമരണത്തിന് ശിക്ഷയുണ്ടോ? ആ തൂക്കുമരണത്തിലേക്ക് പോകുമ്പോൾ അവിടെ വഴിതിരിക്കുന്ന വ്യക്തിയാണല്ലോ അഡ്വക്കേറ്റ് ആളൂര്. അല്ല, അഡ്വക്കേറ്റ് ആളൂർ പോലെയുള്ള എല്ലാ ഡിഫൻസ് ലോയേഴ്സും ഇന്ന് കേരളത്തിലെ 2 ലക്ഷം അഭിഭാഷകരുണ്ടെങ്കിൽ അതിൽ 1.5 ലക്ഷം അഭിഭാഷകരും ക്രിമിനൽ സൈഡിലുണ്ടെങ്കിൽ അവരെല്ലാം ഡിഫൻസ് ലോയേഴ്സാണ്. അവർ ഈ പറയുന്ന കുറ്റം ചെയ്യുന്ന വ്യക്തികളെ നിയമപരമായിട്ട് രക്ഷിക്കാനുള്ള ഡിഫൻസ് ലോയേഴ്സാണ്. അല്ലാതെ കുറ്റം ചെയ്യുന്നവരെ യാതൊരു തരത്തിലും ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് ഇറക്കി വിടുന്ന അഭിഭാഷകരല്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സംസ്ഥാന സർക്കാരും നിങ്ങളുടെ പ്രോസിക്യൂഷൻ സംവിധാനവും ശക്തമാണെങ്കിൽ അഡ്വക്കേറ്റ് ആളൂരെന്നല്ല ഒരാൾ വന്നാലും ഒരു പ്രതിയെയും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ദുർബലരായിട്ടുള്ള അഭിഭാഷകരെ, ദുർബലരായി കേസ് നടത്തുന്ന, കേസുകൾ പഠിക്കാതെ കോടതിയിൽ വരുന്ന അഭിഭാഷകരെ വെച്ചാണ് നിങ്ങൾ സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രോസിക്യൂഷൻ നടത്തുന്നതെങ്കിൽ മിടുക്കന്മാരായ പ്രതിഭാഗം അഭിഭാഷകർ പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വക്കേറ്റ് ആളൂരിനെ സമീപിച്ച് ഈ പറയുന്ന നെന്മാറയിലെ പ്രതിക്കെതിരെ കേസ് നടത്താനായിട്ട് മുന്നോട്ട് വരണം. ഇതുവരെയുള്ള ആളൂരിൻ്റെ ഹിസ്റ്ററിയിലെ കേസ് പരിശോധിക്കുന്ന സമയത്ത് ഇവർ ആളൂരിനെ എടുത്ത് സമീപിക്കുമായിരുന്നു, ആളൂർ അവരുടെ മുൻപിൽ പോയി സമീപിക്കുമായിരുന്നു. നോക്കൂ, ഞാനിവിടെ പണ്ട് കാലത്ത് പറയും, കാക്കയെ വിളിച്ചുകൊണ്ട് കൈയടിക്കുമെന്ന്, അപ്പോൾ കാക്ക അവിടേക്ക് കടന്നു വരുമെന്ന്. അങ്ങനെ ഒരു സ്വഭാവം അഡ്വക്കേറ്റ് ആളൂരിനില്ല. ആളൂരിനെ സമീപിക്കുന്ന വ്യക്തിക്ക് വേണ്ടി 100% നീതി പുലർത്തുക. അതല്ലാതെ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ അവിടേക്ക് പ്രതിയുടെ കേസ് ഏറ്റെടുക്കാൻ കാറും ബസ്സും ഫ്ലൈറ്റും പിടിച്ചുകൊണ്ട് ചെല്ലുന്ന അഭിഭാഷകനല്ല ആളൂർ. ആളൂർ ഏറ്റെടുക്കുന്ന കേസിൻ്റെ ഒരു തുക എത്രയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയാനുള്ളത്? നോക്കൂ, ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ബലാത്സംഗ കേസ് ബോംബെയിൽ ഏറ്റെടുത്തു. 25 ലക്ഷത്തോളം രൂപ ചെലവാക്കി അഭിഭാഷകർക്ക് കൊടുത്ത് പല ചിലവുകളും ചെയ്ത് എന്നിട്ട് പോലും നീതി നടപ്പാക്കാൻ സാധിക്കാതെയാണ് ആ വ്യക്തി എന്നെ സമീപിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 25 ലക്ഷം രൂപ പോലും ചിലവാക്കിയിട്ട് നീതി ലഭിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്ത് വന്ന് ഒരു 500 രൂപയ്ക്ക് നീതി കിട്ടണമെന്നവർ പറയുമോ? തീർച്ചയായിട്ടുമില്ല.
അവർക്ക് ഒരു നടക്കാൻ 50 ലക്ഷം രൂപയായിരിക്കും അല്ലേ? അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തുക പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ആളൂരിനെ ഒരാൾ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് തത്തുല്യമായ ഒരു ഫീസ് ആളൂർ പറയുന്നുണ്ടായിരിക്കും. അതിന് തയ്യാറാണെങ്കിൽ അവർ അഡ്വക്കേറ്റ് ആളൂരിനെ കണ്ടു പോവുകയും. ഈ ആളൂരിനെ തേടി വരുന്ന ആൾക്കാർ പണം തരുന്നു, ബാധിക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ അതിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോവിന്ദൻ ചാമിക്ക് തരാൻ പൈസ ഇല്ല, ഉടുക്കാൻ വസ്ത്രമില്ല. അത് നിങ്ങൾ പറയുന്നതാണ്. അല്ല, നമ്മൾ കാണുന്നതല്ലേ സാറേ? നിങ്ങൾ കാണുന്നതല്ലല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ ഗോവിന്ദൻ ചാമി എങ്ങനെ പണക്കാരനായിരുന്നു? ലക്ഷങ്ങളുള്ളവനായിരുന്നോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ മീഡിയയിലൂടെ തുറച്ചു വിടുന്നു. സാറേ, ഞാൻ ചോദിക്കാൻ വന്ന ഗോവിന്ദൻ ചാമിക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പൈസയില്ല. അപ്പം അഡ്വക്കേറ്റ് ആളൂരിനെ സമീപിച്ചത് ഞാൻ പറയുന്നു കള്ളപ്പണങ്ങളാണോ അതോ വേറെ വ്യക്തികളാണോ? ഞാൻ പറയട്ടെ, നിങ്ങളത് വിശ്വസിക്കുമോ? ബോച്ചെ എന്ന ആളുടെ കയ്യിൽ ഒരു പൈസയുമില്ല. അത് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ബോച്ചയ്ക്ക് ഇന്ന് 500 കോടി കടമുണ്ട്, 50,000 കോടി കടമുണ്ട്, അതടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നറിയാതെ, അപ്പോൾ എനിക്കറിയാത്തത് യാഥാർത്ഥ്യം ഞാൻ ചോദിക്കുവാണ്. അതാണ് ഞാൻ പറയുന്നത്. പണം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതാണ് ഞാൻ പറയുന്നത്. പണം ഉണ്ട് എങ്ങനെ അറിയാം? ഞാൻ അതാണ് പറയുന്നത്. ഗോവിന്ദചാമിക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഗോവിന്ദചാമിയുടെ കേസ് നടത്താൻ എന്നെ ഏൽപ്പിച്ച ആളുകൾ ആരാണെന്നും അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളും എനിക്ക് നിങ്ങളോടോ പുറത്തോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചത് ഗോവിന്ദൻ ചാമി അതാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കള്ളപ്പണമാണോ അല്ലെങ്കിൽ കള്ളപ്പണമാണോ, നേരിട്ടുള്ള പണമാണോ, റിസർവ് ബാങ്കിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന പണമാണോ, അതോ നാസിക്കിൽ നോട്ടടിക്കുമ്പോൾ അത് പറക്കിക്കൊണ്ടതാണെന്നോ എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തിയുടെ കേസ് ഏറ്റെടുത്ത് നടത്തണമെന്ന് അംബാനി ഒന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ നോക്കുന്നത് ആ വ്യക്തിയെയല്ല, എന്നോട് പറയുന്ന അംബാനിയെയാണ്. അപ്പോൾ ഞാൻ അംബാനിയോട് പറയും, അല്ലെങ്കിൽ വേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനോട് പറയും, ടാറ്റയോട് പറയും, നോക്കൂ, എനിക്ക് ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ 100 കോടി വേണമെന്ന്. ഞാൻ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ എന്നെ സമീപിക്കുന്ന വ്യക്തി ആരാണ് എങ്കിൽ അയാളുമായിട്ട് ഞാൻ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഫീസും പറഞ്ഞുകൊണ്ട് അതിനവർ തയ്യാറാകുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ കക്ഷി നേരിട്ടാവാം, അല്ലെങ്കിൽ കക്ഷിയുടെ ഏജൻറ്റ് വഴിക്കാകാം, അല്ലെങ്കിൽ കക്ഷിയുടെ തൽപര കക്ഷികളാകാം. അവരെന്നെ സമീപിക്കുമ്പോൾ ഞാൻ ആ കേസ് ഏറ്റെടുക്കും, അത് നല്ല രീതിയിൽ നടക്കും. അവിടെ ഫീസ് ഒരു മാനദണ്ഡമേ അല്ല. ഇത്രയും രാക്ഷസന്മാരും രാക്ഷസിമാരുമായ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ വാദിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി തരും? നോക്കൂ, നിങ്ങളുടെ ഒളിപ്പിനെ നിലനിർത്തിക്കൊണ്ട് എനിക്ക് വക്കീൽ പണി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉളുപ്പുള്ള ആളുകളാണെങ്കിൽ ആ ഉളിപ്പ് മാത്രം ഏറ്റെടുക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകണം. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഈ ഉളിപ്പില്ലായ്മ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഒരു കേസ് ഏറ്റെടുക്കുകയും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ മോഹൻലാലിന് മാത്രമേ ചികിത്സിക്കുകയുള്ളൂ, മറ്റുള്ളവരെ ചികിത്സിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ആ ഡോക്ടർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ഉളുപ്പുള്ള ഡോക്ടറാണ് എന്ന് ആ ഡോക്ടറോട് ചോദിച്ചാൽ, അയാൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ ഏത് ഉളുപ്പില്ലാത്ത ഒരു പക്ഷേ കുഷ്ഠരോഗം ബാധിച്ച ആളെയും ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് ഞാൻ കുഷ്ഠരോഗിയെ ചികിത്സിക്കില്ല, ഞാൻ ഉളുപ്പുള്ള ഡോക്ടറല്ല എന്ന് പറയുകയുമില്ല. അപ്പം ഞാൻ ജനറലി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നും, നിങ്ങൾ നാളെ ഇന്ത്യൻ പ്രസിഡൻറ്റിനോട് നിങ്ങൾ കൊളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? യു വിൽ ബി ഗെറ്റ് പ്രോസിക്യൂട്ടഡ് ആൻഡ് യു വിൽ ഗോ ടു ദ ജയിൽ. പക്ഷേ അഡ്വക്കേറ്റ് ആളൂർ അത് ചെയ്യില്ല. കാരണം അഡ്വക്കേറ്റ് ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ആളൂർ ചെയ്യുന്നത് തൻ്റെ പ്രൊഫഷനാണെന്നും തൻ്റെ പ്രൊഫഷനിൽ ഊന്നിക്കൊണ്ട് തന്നെ സമീപിക്കുന്നവർക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നും ഒരു ഉത്തരമാണ് നിങ്ങൾ ചോദിച്ചത്. ഇത് പ്രൊഫഷണലിസമാണ് തീർച്ചയായിട്ടും. കാരണം പഠിക്കുന്നതിന് ക്രിമിനൽ ലോയർ ആവാനാണ് അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു.
ഇത് പഠിച്ച് ക്രിമിനൽ ലോയർ ആയതിനു ശേഷം പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് നാളെ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഗ്രീഷ്മയെ പോലുള്ള ഗോവിന്ദൻ ചാമി പോലുള്ളവർ വരുന്നെങ്കിൽ ഒരച്ഛനായിട്ട് നിൽക്കുമോ അല്ലോ അതോ പ്രൊഫഷണലിസം പഠിച്ച രീതിയിലൊരു ക്രിമിനൽ ലോയറായിട്ട് നിൽക്കുമോ? നോക്കൂ, ഞാൻ ഇതിനെ പല മാധ്യമങ്ങളിലും പറഞ്ഞ ഒരേ ഒരു ചോദ്യവും ഒരു ഉത്തരവുമുണ്ട്. ആ ഉത്തരം നിങ്ങളും എനിക്ക് തരണം. സ്വന്തം ഭാര്യയെ സ്വന്തം അച്ഛൻ പീഡിപ്പിക്കുന്നു. എനിക്കൊരു കേസ് വന്നതാണ്. ആ മകൻ അല്ലെങ്കിൽ ഭർത്താവ് ആരുടെ ഒപ്പം നിൽക്കണം? പറയൂ നിങ്ങൾ. ഭാര്യയോടൊപ്പം നിൽക്കണം. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണം? ജയിലിലർപ്പിക്കണം. ഭാര്യ തൻ്റെ ഒപ്പം താമസിക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്യും? പക്ഷെ ഇതുവരെ വന്ന കേസ് ഗ്രീഷ്മയും ചാമി അച്ഛനെ പീഡിപ്പിച്ച കേസാണോ? അല്ല, ആ കേസും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്വന്തം അച്ഛൻ മരുമകളെ പീഡിപ്പിക്കുകയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മരുമകൾ പോവുകയും ഒരു കേസ് കൊടുക്കുകയും ചെയ്താൽ ഈ മനസാക്ഷിയുള്ള മകൻ ആരുടെ ഒപ്പം നിൽക്കണം? അവിടെ അവർ സമീപിക്കുന്നത് നിയമപരമായി ആരുടെ ഒപ്പം നിൽക്കണമെന്നാണ്. അപ്പോൾ മനസാക്ഷി മാറിക്കൊണ്ട് നിങ്ങൾ നേരത്തെ ചോദ്യത്തിന് ഘടകവിരുദ്ധമായി ഒരു പക്ഷേ ഈ മകന് നിൽക്കേണ്ടി വരും, ഒരു പക്ഷേ ഈ ഭർത്താവിന് നിൽക്കേണ്ടി വരും. അപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് ഗിരീഷ്മയുടെ കാര്യത്തിലായാലും ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിലായാലും നരബലിയുടെ കാര്യത്തിലായാലും 6 പേരെ കൊന്ന ജോളിയമ്മയുടെ കാര്യത്തിലായാലും അവർ സമീപിക്കുന്നത് നിയമപരമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ആൾ ജയിലിലുള്ളപ്പോൾ ഞാൻ എന്തു ചെയ്യണം? എനിക്ക് ഇന്നലെയും ഒരു ഫോൺ വന്നു. സ്വന്തം ഭർത്താവിനെ, രണ്ടാനച്ഛനെ, മീൻസ് എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനെ എൻ്റെ ആദ്യത്തെ മകൾ പ്രതിയാക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ഭാര്യയുടെ ഫോൺ എനിക്ക് വന്നു. എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ആ കേസ് ഏറ്റെടുക്കുക എന്നുള്ളത്. കുറ്റം ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയല്ല കേസ് ഏറ്റെടുക്കുന്നത്. അത് ഞാൻ കുറ്റം ചെയ്ത ആളിനെ നിയമപരമായി രക്ഷിക്കാനുള്ളതാണ്. ആളൂരെന്ന ഒരച്ഛൻ്റെ മകനാണ് ഷാരോണെങ്കിൽ ഈ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കുമോ അതോ ഗ്രീഷ്മയെ പൂവിട്ട് പൂജിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയാണ് എന്നെ സമീപിക്കുന്നതെങ്കിൽ ഞാൻ ഗ്രീഷ്മയെ പൂവിട്ട് പൂജിക്കുകയും ഷാരോന്റെ വീട്ടുകാരാണ് എന്നെ സമീപിക്കുന്നത്. മകനാ ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. ഷാരോന്റെ വീട്ടുകാരാണ് എൻ്റെ മകനെ പോലുള്ള ആള് എന്നെ സമീപിക്കുന്നതെങ്കിൽ ഞാൻ ഷാരോന്റെ കൂടെ നിൽക്കും. അപ്പോൾ അത് പ്രൊഫഷണലിസമാണ്. തീർച്ചയായിട്ടും. അതിനപ്പുറത്തോട്ടൊരു എൻ്റെ ലൈഫിൽ മനസ്താപമില്ല, ഒരു മനസ്താപത്തിൻ്റെ ആവശ്യമില്ല. പ്രൊഫഷണൽ ഇസത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഈ മനസാക്ഷിയുടെ കോടതിയിലേക്ക് വരാൻ പാടില്ല. മനസാക്ഷിയുടെ കോടതിയിലേക്ക് വന്നാൽ ഒരിക്കലും പ്രൊഫഷണലിസത്തിൽ നിലകൊള്ളാനും പറ്റില്ല. ഏത് കോടതി വെറുതെ വിട്ടാൽ ഒരു മേൽക്കോടതി ഉണ്ടല്ലോ, അവിടെ കണക്കെണ്ണി പറയേണ്ടി വരത്തില്ല സാറേ. നോക്കൂ, ഞാൻ നരകത്തിൽ പോകുമോ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തികളായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ എൻ്റെ പ്രൊഫഷണലിസം ഉൾപ്പെടുത്തിയാൽ ഒരിക്കലും ഞാൻ കുറ്റവാളിയാകുന്നില്ല. അതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടാകാം. ഞാനൊരു ക്രിസ്ത്യൻ ആയതെന്ന് പറയുകയാണ്. ക്രിസ്തുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. രാമനെ വേണ്ട, ഞങ്ങൾക്ക് രാവണനെ മതി. കാലം മാറുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? രാവണൻ്റെയോ ബറാബാസിൻ്റെയോ? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യം എന്താണെന്ന് മനസ്സിലാക്കി സത്യത്തിൻ്റെ നേർവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു അഭിഭാഷകൻ്റെ ജോലി. അപ്പോൾ ഈ പ്രതികളെല്ലാം സത്യം ചെയ്യുന്നവരാണെന്നാണോ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ആപ്തവാക്യം ക്രിമിനൽ നടപടിക്രമത്തിൽ നമ്മുടെ നിയമത്തിലുള്ളത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും. നോക്കൂ, ഒരു നിരപരാധിക്കെതിരെ ഒരു കേസ് കൊണ്ടുവരികയും ആ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് കഴിയാതിരിക്കുകയും അയാളെ
നിങ്ങൾ ഈ പറയുന്ന ഗ്രീഷ്മയെ പോലെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്താൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ആ ചെയ്യുന്ന സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുമോ? മറിച്ച് ഒരു അപരാധിയെ പ്രോസിക്യൂഷന് ചില സാഹചര്യങ്ങൾ കൊണ്ട് തെളിവിലൂടെ ശിക്ഷിക്കാൻ സാധിച്ചില്ല. ഒരു വ്യക്തിക്ക് കണ്ണീരൊഴുക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഈ ശാപം മാറുമോ? ഈ കണ്ണീര് ശാപം ശപിക്കാനുള്ള അവകാശവുമുണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഈ പറയുന്ന സൗമ്യയുടെ അമ്മ ചോദിച്ചതാണ്, 1000 കല്ലുകൾ എറിയുമ്പോൾ ഒരു കല്ല് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ തലയിലും വന്ന് പതിക്കും, അത് ശാപത്തിൻ്റെ കല്ലാണ് എന്ന്. തീർച്ചയായിട്ടും കാലഘട്ടം എണ്ണി കണക്ക് പറയത്തില്ലേ? നോക്കൂ, അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ ഒരു കേസും കോടതിയിലെത്താൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കോടതികളും എടുത്തു കളയണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ യാതൊരു ഡിഫൻസ് സംവിധാനവും ഇല്ലാതെ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞ് 100% വിശ്വസിച്ച് പ്രതികളെ ശിക്ഷിക്കണം. അവർക്ക് യാതൊരു അവകാശവും കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്കൊരു കള്ളക്കേസ് കൊടുത്ത് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയാനുള്ള അവസരമുണ്ടാകണം. നാളെ നിങ്ങളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, 1 വർഷം മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി പറയണം, നോക്കൂ ഞാൻ 1 വർഷം കുറ്റം ചെയ്യുന്ന ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നെ 1 വർഷം ജയിലിൽ അടയ്ക്കൂ എന്ന്. നിങ്ങളത് പറയാൻ തയ്യാറാവില്ല. യു വിൽ ഗെറ്റ് ഡിഫെൻഡഡ്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. അത് സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും അല്ലെങ്കിൽ ഫാമിലി മാറ്റർ ആയാലും. ഇനി ഇതെല്ലാം മറന്നോളൂ. ഗ്രീഷ്മ സ്വന്തമായിട്ട് കേസ് നടത്തുന്നു, പുല്ലുപോലെ ഇറങ്ങി വരുന്നു. ഞാൻ പറയുന്നു, കോടതിയിലെ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് കേസ് നടത്താനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഗ്രീഷ്മ സ്വന്തമായി കേസ് നടത്തുകയും ആ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നീതി ലഭിക്കും. നാളെ ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ വീട്ടിൽ ഒരാളെ ഞാൻ കൊലപ്പെടുത്തിയാൽ, ഞാൻ ആദ്യം ആളൂരിൻ്റെ അടുത്ത് സമീപിച്ചാൽ, പൈസ കൊണ്ടുവന്ന് സമീപിച്ചാൽ എനിക്ക് വേണ്ടി കൂടെ നിൽക്കുമല്ലേ?